അവാർഡ് കിട്ടുക അതും ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിലല്ല അല്ലല്ല അല്ലേ? അവിചാരിതമായിട്ട് ഇതിനകത്തേക്ക് കടന്നു വരുന്നു, എന്നിട്ട് അവിടുന്ന് സംസ്ഥാന അവാർഡ് കിട്ടുന്നു. വളരെ നിസ്സാരമായിട്ട്. അതെ അതെ, നമുക്കിപ്പോഴും അതൊരു വിശ്വാസം വന്നിട്ടില്ല. എങ്ങനെ കിട്ടിയെന്നുള്ളത് എങ്ങനെ കിട്ടുന്നല്ല, ഇത് കിട്ടിയത് നമ്മള് അത് ഇത് ആദ്യം എനിക്കറിയാണോ? കേട്ടു. എനിക്ക് തന്നെയാണ് ഇത് ആദ്യം ഞാൻ അറിഞ്ഞത്. ഭയങ്കര രസമാണ്. പറയട്ടാ. ഞാൻ ഈ ദിവസം ഈ പ്രഖ്യാപിച്ച ദിവസം വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു മരണം ഉണ്ടായിരുന്നു എന്നത്. അവിടെയൊക്കെ പോയി വന്നിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു ഫോൺ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 5 മണിയായി ഞാൻ എഴുന്നേറ്റ്. 5 മണി നോക്കുമ്പോൾ ഒരു 10-30 മിസ് കോൾ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും എടുത്ത് നോക്കുമ്പോൾ ഒരു കോൾ വന്നു. അപ്പോൾ നമുക്കിവിടെ എമർജൻസി വയ്ക്കുന്ന വൈക്കത്തൊരു ഗ്രൂപ്പുണ്ട്. അതിലെല്ലാവരും ഉണ്ട്. MLA ഉൾപ്പെടെയുള്ള ഗ്രൂപ്പാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു കോൾ വന്നു. അരുൺ എന്ന് പറഞ്ഞത് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ വൈക്കത്ത്. അരുൺ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ എന്താ അവാർഡ് കിട്ടിയില്ലേ, സന്തോഷമുണ്ട്, ഞാൻ കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടി വിളിച്ചത്. അപ്പം എൻ്റെ മനസ്സിൽ എന്താണെന്ന് പറയുക, 2022 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാണ്, ടെലിവിഷൻ അവാർഡ് കിട്ടിയാണ് ഹാസ്യ നടന്നുള്ള. അപ്പം അതിൻ്റെ ഇരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ 2022 അപ്പം ഞാൻ എൻ്റെ മനസ്സിലാക്കി, ഇവൻ എന്നെ റിപ്പോർട്ടറാണ് 22 കിട്ടിയ അവാർഡിന് ഇപ്പോഴാണ് വിളിച്ചത് അനുമോദനം പറഞ്ഞ. മനസ്സിൽ അവനോട് പറയാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇങ്ങോട്ട് പറയാം, എന്നാലും ചേട്ടൻ ഡബ്ബിങ് ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഡബ്ബിങ്ങോ? അപ്പോൾ ചേട്ടൻ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല. ചേട്ടന് സിനിമ അവാർഡുണ്ട് ഡബ്ബിങ്ങിന്. ഞാൻ പറഞ്ഞു താര് പറഞ്ഞു. അപ്പം നിങ്ങളിത് എത്ര 3:30-ക്കോ 3 മണിക്കോ മറ്റേ പ്രഖ്യാപിച്ചാൽ നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? നമുക്കില്ല, ഞാൻ ഉറക്കാന്ന്. നിങ്ങളാദ്യം ഉറക്കത്തിന് തെറ്റ് വന്നല്ലേ TV വെച്ച് നോക്കും, അല്ലെ നമ്മുടെ ഗ്രൂപ്പിൽ കയറി നോക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ അവിടെ കുറേ നേരമായിട്ട് ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമേ അറിയാത്തുള്ളൂ. എല്ലാവരും ആശംസ പറഞ്ഞിട്ട് ഞാൻ മാത്രമേ അറിയാവുള്ളൂ. പിന്നെ ഞാൻ TV വെക്കാൻ പറഞ്ഞു. TV വെച്ച് നോക്കിയപ്പം അവാർഡ് ഇങ്ങനെ പ്രഖ്യാപിച്ച് പോകുന്നുണ്ട്. നമ്മുടെ പേരൊന്നുമില്ല. അപ്പം എനിക്ക് വീണ്ടും ഒരു സംശയം, ചുമ്മാ ഇത് പറ്റിക്കാനായിട്ട് പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോഴാണ് നമ്മുടെ മായുടെ ഗ്രൂപ്പുണ്ട്, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ. അപ്പം അതിൽ സാജു നവോദയ പാഷാണം സാജു ഒരു വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു. സാജു അതിന് പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിൽ അംഗമായിരുന്നു തോന്നുന്നു ഈ അവാർഡ്. സാജു മെസ്സേജ് ഇട്ടാണ്. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പം സാജു മെസ്സേജ് ഇട്ടു. ഞാൻ നേരത്തെ അറിയാൻ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പറയാൻ പറ്റിയാത്തതുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. ക്ലാസിക് അവാർഡിനെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. കൺഫേം ആയി ആണെന്നുള്ളത്. അപ്പം ഇത് ആണെന്നുള്ള അറിഞ്ഞാൽ പിന്നെ ഒരു പേടിയും ടെൻഷനും, ഒരു അടി കിട്ടിയ പോലെ ചെയ്തു. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്തതാണ്. അത് തന്നെയല്ല, നമ്മളെ ഒരുപാട് നമ്മൾ കണ്ട് ആരാധിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രഗത്ഭർ ഇതിനകത്തുണ്ട്.